Hi friends, welcome back. എല്ലാവർക്കും ടെക് ഫിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എച്ച് പിയുടെ കോമ്പാക്ട് CQ58 മോഡൽ ലാപ്ടോപ്പാണ്. ഇതിൻ്റെ പ്രോബ്ലം സിസ്റ്റം ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ വരുന്നില്ല. അതുപോലെ ക്യാപ്സ് ലോക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി ഇങ്ങനെ വരാറുള്ളത് റാം കംപ്ലൈൻ്റ് ആണെങ്കിൽ വരാറുണ്ട്, അതുപോലെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെങ്കിലും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് ഒരു എക്സ്റ്റേണൽ മോണിറ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്റ്റേണൽ മോണിറ്ററായിട്ട് ത്രൂ HDMI വഴി ഞാൻ ഈ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഒരു മോണിറ്ററായിട്ട് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്തു, പക്ഷേ ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ റാമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റാം നമ്മൾ റിമൂവ് ചെയ്തു. ഇതിൽ വരുന്ന റാം DDR3 2GB റാമാണ്. ഇനി നമുക്ക് ഈ റാം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റാം റീപ്ലേസ് ചെയ്തു. ഇനി ഒന്ന് സിസ്റ്റം ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓക്കെയാണ്, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമാണ്. ഞാനിവിടെ സെയിം റാം തന്നെയാണ് ഇട്ടത്, 2GB DDR3 റാം തന്നെയാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ റാം റീപ്ലേസ് ചെയ്തു, സിസ്റ്റം ഓക്കെയാണ്, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. എല്ലാ സിസ്റ്റങ്ങളിലും ലാപ്ടോപ്പുകളിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും റാം കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വരാറില്ല, അതുപോലെ കീബോർഡും വർക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ മോണിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.